ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു കോളർ വി നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാവേ. അതിനായിട്ട് നമ്മൾ സ്റ്റിഫിൽ ആദ്യം നെക്ക് മാർക്ക് ചെയ്യുക ചെയ്യുന്നത്. നമ്മളിവിടെ എടുക്കുന്ന നെക്കിൻ്റെ വെഡ്ത്ത് 4 അടിവശത്ത് 1 ലെങ്ത് 9 എടുക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. നമുക്ക് ഇത്തിരിയും കൂടി അടുത്ത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 3.5 ഒരു അര ഇഞ്ച് വീതം എല്ലാം കുറച്ചാൽ മതി. അടിയിലത്തെ വിരിവ് 1 പകരം അര എടുത്താൽ മതിയാവും, മേളിൽ 4 പകരം 3.5 എടുത്താൽ മതിയാവും. ലെങ്തും അതുപോലെ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കയറിയിരിക്കണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ നെക്ക് മാർക്ക് ചെയ്ത ശേഷം 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നമ്മൾ ആ നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു കട്ട് പീസിലേക്ക് അത് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മളതിൻ്റെ അരിക് അടിച്ചെടുക്കുവാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലേക്ക് അറ്റാച്ച് ചെയ്യുക ചെയ്യുന്നത്. നമ്മൾ നോർമലായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് തന്നെയാണ് കേട്ടോ. ഇത് കോളറിൻ്റെ കട്ടിങ് വരണതേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത ശേഷം ഫ്രണ്ടിലും സെൻറ്റർ മാർക്ക് ചെയ്ത് നെക്ക് നമ്മൾ അതിൽ അറ്റാച്ച് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന കോളറാണ്. നമ്മൾ ബാക്കിയുള്ള കോളർ പോലെ ഒരു പ്രശ്നമില്ല. നമ്മൾ ഇച്ചിരിയും കൂടി എളുപ്പത്തിന് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്ക് ഇത് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് അതിൽ ചെറിയ നോച്ചസ് ഇട്ട് നമ്മൾ നല്ല വശത്തുനിന്ന് ചീത്ത വശത്തേക്ക് ഇത് കട്ട് പീസ് തിരിച്ചിട്ട് നെക്കായിട്ട് അയൺ ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നെക്ക് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടി ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അതൊന്നും ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഡൗട്ടുള്ളവർ അത് കണ്ടാൽ മതിയേ. അപ്പോൾ അത് നമ്മൾ കോളറിനായിട്ട് കട്ട് പീസ് എടുത്തിട്ടുണ്ട്. നമ്മൾ വേറെ ഒരു കളറ് കട്ട് പീസാണ് എടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ഒരു എടുപ്പുണ്ടാവും നെക്ക് കാണാൻ. സെയിം പീസാണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ത്രെഡ് ഉള്ളിൽ വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. വൺ സൈഡ് പ്രഷർ ഇട്ടിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എന്നാലായിരിക്കും കൂടുതൽ ഭംഗിയിൽ ആ സ്റ്റിച്ച് കിട്ടുക. അല്ലെങ്കിൽ ത്രെഡിലേക്ക് അത് പ്രഷർ കയറിപ്പോയ സ്റ്റിച്ച് അതിൽ വീഴും. അപ്പോൾ അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം വൺ സൈഡ് പ്രഷർ ഇട്ടിട്ട് തന്നെ വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ ഫുൾ ചെയ്ത ഒരു 3/4 അല്ലെങ്കിൽ 1 ഇഞ്ച് വീതിയിൽ നമ്മൾ അത് ഫുൾ ത്രെഡ് വെച്ച് കൊടുത്ത് അടിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ അരിക് നമ്മൾ എന്നിട്ട് ലോക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പം നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് അയൺ ചെയ്തും കൂടിയും കൊടുത്തിട്ട് നമുക്ക് നെക്കിലേക്ക് ഇത് അറ്റാച്ച് ചെയ്യാം. അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് നമ്മളതിൻ്റെ അറ്റമെല്ലാം ഒന്ന് കട്ട് ചെയ്ത ശേഷം നമ്മൾ കോളർ കറക്റ്റ് എത്ര നീളം വേണമെന്ന് നോക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അധികം പീസൊന്നും വരില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു കണക്കെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. നമ്മളതിൻ്റെ അറ്റമെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡൊന്ന് ലോക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഈ കോളർ ചെയ്യുമ്പം ഇതിൻ്റെ ബാക്ക് വശത്തെ നെക്ക് കട്ട് ചെയ്യാറില്ല കേട്ടോ. അതിന് പകരമായിട്ട് നമ്മൾ അതിൻ്റെ തുമ്പ് ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കുക, അത്രേ വേണ്ടുള്ളൂ. നമ്മൾ ഇതിന് കട്ട് ചെയ്തെടുക്കുന്നില്ല. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് നമ്മളിപ്പം കോളറിനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്ന പീസിന് സെൻറ്റർ മാർക്ക് ചെയ്ത് അത് തമ്മിലൊന്ന് ഒരു പേൾപ്പിന് വെച്ച് സെറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം 2 അറ്റത്തേക്ക് നമ്മൾ അവിടെ മുതൽ അടിച്ച് തുടങ്ങുക. അടിച്ച് നമ്മൾ അടിവശത്ത് ആ സ്ക്വയറിൻ്റെ വശം വരുന്നത് വരെ അടിച്ച് നിർത്തുക. ഇത്രയും ചെയ്തതിന് ശേഷം നെക്കെല്ലാം ഒന്ന് കറക്റ്റ് ഇട്ടതിന് ശേഷം അടിവശത്ത് ഒരു പിന്ന് വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം അടിവശം അടിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിതെല്ലാം അടിച്ച് കഴിയുമ്പോഴത്തേനും നെക്ക് കയറി ഇറങ്ങിയിരിക്കും, അതൊരു വൃത്തികേടായിരിക്കും. അതുകൊണ്ട് നമ്മൾ എല്ലാം പിൻ ചെയ്ത് വെച്ചിട്ട് മാത്രം അടിവശം അടിക്കാവുള്ളേ. ഇത്രയും ചെയ്താൽ നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം എല്ലാവർക്കും ചെയ്തെടുക്കാവുന്ന ഒരു നെക്കാട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.